ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ചെയ്യുന്നത് ഒരു ബോക്സ് പ്ലേറ്റഡ് എയർലൈൻ ഫ്രോക്കാണ്. ഇത് 1 മീറ്റർ തുണി തികച്ചില്ല, 3/4 മീറ്റർ തുണിയേ ഉള്ളൂ. നല്ല വീതിയുണ്ട്, 42 ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മതിയാവും. നമ്മൾ ബാക്ക് പോർഷൻ എയർലൈനും ഫ്രണ്ട് പോർഷൻ ബോക്സ് പ്ലേറ്റിൽ എയർലൈനായിട്ടാണ് ചെയ്യുന്നത് രണ്ടും. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയെടുക്കണം. ഇത് ബാക്ക് പോർഷനാണ്. അതായത് 42 ഇഞ്ച് വീതിയുള്ള തുണി നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് 21 ഇഞ്ച് വീതം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലെ 2 പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. ബാക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടാണ് ഫ്രണ്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ചെസ്റ്റ് റൗണ്ട് 22, ഫുൾ ലെങ്ത് 26 വരുന്നത്. ഇതൊരു 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അളവാണ്. ആദ്യം നമുക്കൊരു ലൈൻ വരയ്ക്കണം. ആ ലൈനിലാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ വന്നിട്ട് 11 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അതിൻ്റെ ഹാഫ് ആകുമ്പോൾ 5.5 ഇഞ്ച് നമുക്ക് ഷോൾഡർ എടുക്കണം. അത് തന്നെയാണ് നമുക്ക് ആം ഹോളും കൊടുക്കേണ്ടത്. 5.5 തന്നെയാണ് ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ ആം ഹോളും കൊടുക്കാം നമുക്ക്. അതിനായി 5.5 ഇഞ്ചിൽ നിന്ന് നേരെ താഴേക്ക് 5.5 ഇഞ്ചിലേക്ക് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. അതാണ് ആം ഹോള്. ഷോൾഡറും ആം ഹോളും 5.5 ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തണം. ചെസ്റ്റ് റൗണ്ട് വരുന്നത് നമുക്ക് 22. 22 സൈസുള്ള കുഞ്ഞുങ്ങളുടെ അളവാണിത്. 22 ആകുമ്പം അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ 4/1 എടുക്കണം. 22ൻ്റെ 4/1 5.5 വരും. 5.5യുടെ കൂടെ 1/2 ഇഞ്ച് ലൂസ്. എല്ലാ ഡ്രസ്സുകൾക്കും നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക. 1/2 ഇഞ്ച് ലൂസ് ചേർക്കുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് ആം റൗണ്ട് കൊടുക്കണം. ഇതുപോലെ ആം റൗണ്ട് വരയ്ക്കാം. നമുക്ക് വേസ്റ്റ് ലെങ്ത് കൊടുക്കണം. വേസ്റ്റ് ലെങ്ത് വരുന്നത് 8.5 വേസ്റ്റ് റൗണ്ട് വരുന്നത് 20. 20ൻ്റെ 4/1 5 വരും. 5ൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. നമ്മൾ മുകളിൽ 1.5 ഇഞ്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഫുൾ ലെങ്ത് വരുന്നത് 26. നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടായിരുന്നല്ലോ, ആ തയ്യൽ തുമ്പ് അതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും അതുപോലെ വരച്ചെടുക്കുക. നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും അടയാളപ്പെടുത്തണം. നെക്ക് വിഡ്ത്ത് വരുന്നത് 2.25 കൊടുക്കുന്നുള്ളൂ നമ്മൾ. നെക്ക് വിഡ്ത്ത്. നെക്ക് ലെങ്ത് 2 കൊടുക്കുന്നുണ്ട്, 2 ഇഞ്ച് വീതം. ബാക്ക് നെക്ക് 2 ഇഞ്ച് മതിയാവുമല്ലോ നമുക്ക്. 2 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ ബാക്ക് നെക്ക്. ഇതേപോലെ ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുക. നെക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത്. 2 ഇഞ്ച് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 3 ഇഞ്ചോ 4 ഇഞ്ചോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ബാക്ക് പോർഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്യണം. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ബാക്ക് പോർഷൻ ചെയ്യാൻ. ഇതുപോലെ നമുക്ക് ചുരിദാർ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്ത ഫ്രണ്ട് പോർഷൻ്റെ തുണി എടുക്കുക. അതിനെ ഇതുപോലെ തന്നെ നമുക്ക് 2ആയിട്ട് മടക്കിയിടണം. തുണിയുടെ ചീത്തവശം വേണം മടക്കിയിടാനായിട്ട്. ഇത് ഡിസൈൻ എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. എല്ലാം ഒരുപോലെ ഡിസൈൻ വരുന്നത്. മറ്റേ പൂക്കളുടെയൊക്കെ ഡിസൈൻ വരുന്നതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം.
ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇങ്ങനെ നേരെ വെച്ചിട്ട് ഒരേ ലെവലിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് മാറ്റി വേണം വയ്ക്കാനായിട്ട്. ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. മേളിൽ നിന്ന് താഴെ വരെ 2 ഇഞ്ച് വീതം ഗ്യാപ്പ് ഇട്ട് മൊത്തത്തിൽ അടയാളപ്പെടുത്തി ഒരു ലൈൻ വരച്ചെടുക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മോഡലാണിത്. ഇതുപോലെ നേരെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ബാക്ക് പോർഷൻ എടുത്ത് ആ ലൈനിൻ്റെ അതേ ലെവലിൽ വയ്ക്കുക. മേൽഭാഗവും താഴ്ഭാഗവും എല്ലാം കറക്റ്റായിരിക്കണം. നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വയ്ക്കുക. നമുക്കിവിടെ സൈഡ് കുറച്ച് തികയാതുണ്ട്, അത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ പീസ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതെല്ലാം നമുക്ക് ട്രേസ് ചെയ്തെടുക്കണം. ഫുള്ള് ട്രേസ് ചെയ്ത് എടുക്കുക. നെക്കും ആം ഹോളും എല്ലാം നമുക്ക് ട്രേസ് ചെയ്തെടുക്കണം. തുണി തികയാതെ വന്നിട്ടുണ്ട്. അവിടെ നമുക്കൊരു പീസ് വെച്ച് ജോയിൻ ചെയ്യണം. ഇത്രയും വിശദമായിട്ട് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി തുടക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ മനസ്സിലായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഇനി നെക്ക് നമ്മൾ ബാക്കിൽ 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് 2.5 കൊടുക്കാം. ഫ്രണ്ട് നെക്ക് നമുക്ക് 2.5 കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഇനി കട്ട് ചെയ്തെടുക്കുക. വേറൊരു കാര്യം, ഈ ഫ്രോക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്താൽ മതി. ഈ ഫ്രോക്ക് അയച്ചു തരുന്നതായിരിക്കും. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതുപോലെ നെക്കെല്ലാം കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. ഇവിടെ നമുക്കൊരു പീസ് വെച്ച് ജോയിൻ ചെയ്യണം. 2 പീസ് വേണം. ബാക്കിയെല്ലാം അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടണം. ഇത് വീഡിയോയിൽ നല്ലപോലെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചരിച്ചിട്ടേക്കുന്നത്. നമുക്ക് ബാക്ക് പോർഷൻ എടുത്ത് വെച്ച് നോക്കണം കറക്റ്റാണോ എന്ന്, എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ എടുത്ത് നോക്കണം. ഇവിടെ നമുക്ക് ഫ്രണ്ട് പോർഷൻ ജോയിൻ ചെയ്യണം. ഇത് കണക്ക് 2 പീസ് വേണം കേട്ടോ, 2 വശത്തേനും വേണ്ടി. ഇത് കണക്ക് 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത്രയും തുണിയുടെ ആവശ്യമില്ല. ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ ഫ്രോക്ക് കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് നെക്കാണ് ചെയ്യേണ്ടത്. നെക്ക് നമ്മൾ ക്രോസ് പീസാണ് വയ്ക്കുന്നത്. നെക്കിനും സ്ലീവിനും ക്രോസ് പീസാണ് വയ്ക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്തെടുക്കണം. ക്രോസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വീഡിയോയിൽ പെർഫെക്റ്റായിട്ട് കാണുന്നില്ല. ക്രോസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഇത്രയും മതിയാകും. നമുക്ക് ഈ ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തെടുക്കണം. ക്രോസ് പീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് പോയി കാണുക. ഇത് കണ്ടാൽ മനസ്സിലാകുമായിരിക്കും. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പീസുകളും ജോയിൻ ചെയ്തെടുക്കണം. 2 സ്റ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കെട്ടിട്ട് കൊടുത്താലും മതി. നമുക്ക് ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന എങ്ങനെയാണ് ലൈൻ വരച്ച ഭാഗം ഉണ്ടല്ലോ, അതുപോലെ എടുക്കുക. ഒരു 3 ഇഞ്ച് ലെങ്താണ് താഴേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 3 ഇഞ്ച് ലെങ്തിലേക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. മുകളിൽ തുടങ്ങുമ്പം കെട്ടിട്ട് വേണം തുടങ്ങാനായിട്ട്. അത് കണക്ക് അവസാനിപ്പിക്കുമ്പോഴും കെട്ടിടുക.
അതിനുശേഷം തുണിയെ നിവർത്തിയിട്ടിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ബോക്സാക്കി വെക്കുക. ഇതുപോലെ വെക്കണം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 വശത്തേക്കും ഇങ്ങനെ ബോക്സാക്കി വെക്കുക. ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ അതുപോലെ ഇവിടെ ഇരുന്നോളും. നമുക്കിവിടെ ഒരു പിൻ കുത്തി കൊടുക്കാം. നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പിൻ കുത്തി കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ആ പ്ലേറ്റ് നേരെ ലെവലിൽ പിടിച്ചു കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ സൈഡിൽ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നല്ലോ, ആ ഭാഗം ഇനി നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. ഇതിനായിട്ട് നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പീസ് എടുക്കുക. എന്നിട്ട് നല്ല വശവും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ വയ്ക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വിശദമായിട്ട് പറയുന്നത് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിടുക. ഇതുപോലെ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡിൽ ഓപ്പൺ ഉണ്ടല്ലോ, അത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോയിൽ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ 2 വശവും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. നല്ല വശവും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ഭാഗവും അയൺ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. കണക്ക് നിവർത്തിയിടുക. ഷേപ്പ് ചെയ്തെടുക്കണം. ഇത് ബാക്ക് പോർഷൻ വെച്ചിട്ട് അതേ ലെവലിൽ കട്ട് ചെയ്തെടുക്കണം. ഷോൾഡറും ആം ഹോളും ഒരേ ലെവലിൽ വെച്ച് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ആ 2 ഇഞ്ച് അതുപോലെ വിട്ടിട്ട് ബാക്കി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ബാക്ക് പോർഷൻ വെച്ച് അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ചെറിയൊരു ഓപ്പൺ കൊടുക്കണം. അതിനായിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ പീസ് എടുക്കുക. അതിൻ്റെ 3 സൈഡും സ്റ്റിച്ച് ചെയ്യുക. മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ബാക്ക് പാർട്ട് എടുക്കുക. നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ പീസിൻ്റെയും സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. സെൻറ്റർ ഭാഗത്തൂടെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കണം. 2ൻ്റെയും സെൻറ്റർ ഒരുപോലെ വയ്ക്കുക. ആ ലൈനിൻ്റെ 2 വശത്തും ഓരോ പോയിൻ്റ് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 2 പിന്നൊക്കെ കുത്തിവെച്ച് ചെയ്താൽ അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ലൈനിൻ്റെ അപ്പുറം നേരെ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഒരു വി ഷേപ്പിന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആ ലൈൻ വരച്ചിരിക്കുന്ന അതുപോലെ കട്ട് ചെയ്യുക.
ലൈനിൻ്റെ മുകളിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം. താഴെ എൻഡിൽ വരുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. സ്റ്റിച്ചിൽ മുട്ടാതെ കട്ട് ചെയ്ത് എടുക്കണം. ഇനി അത് തിരിച്ചിടുക. ഇനി ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യണം. ഫ്രണ്ടും ബാക്കും എടുക്കുക, അതിൻ്റെ രണ്ടിൻ്റെയും ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ പിന്നൂത്തി വെച്ചിട്ടുണ്ട്. ഇനി ക്രോസ് പീസ് വെച്ച് നെക്കും സ്ലീവും ഒക്കെ ഫിനിഷ് ചെയ്തെടുക്കുക. നെക്കിൻ്റെ ബാക്ക് പോർഷനിൽ നിന്നും ഓപ്പൺ വന്ന ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. തുണിയുടെ നല്ല വശം ക്രോസ് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഫ്രണ്ട് നെക്കിൻ്റെ സൈഡ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പിൻ കുത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സൈഡിലോട്ട് മാത്രം ആ പ്ലേറ്റ് ആകാതെ രണ്ട് സൈഡിലോട്ട് നമ്മൾ ബോക്സ് പ്ലേറ്റ് കണക്ക് വെച്ചിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി ബാലൻസ് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം വെട്ടി ലെവലാക്കുക. നെക്കിൻ്റെ ഭാഗത്തെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയൊരു കട്ടിങ് സ്റ്റിച്ചിങ് തൊടാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബാലൻസ് നിൽക്കുന്ന ഈ ഭാഗം മടക്കി അകത്തോട്ട് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക. ഇത് ഫുള്ളും ഇതുപോലെ പതിച്ചടിക്കുക. ചെറുതായിട്ട് മടക്കി പതിച്ചടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തയ്യൽ തുമ്പെല്ലാം അകത്ത് പോയി നല്ല പെർഫെക്റ്റായിട്ട് നെക്ക് കിട്ടും. സ്റ്റിച്ച് ചെയ്ത് വന്ന് ലാസ്റ്റ് വരുമ്പോൾ രണ്ട് ഭാഗം നല്ല ലെവൽ ചെയ്തിട്ട് മടക്കി അടിക്കുക. ഇനി നമുക്ക് ക്രോസ് പീസിനെ മടക്കി നെക്കിൻ്റെ ഭാഗത്തേക്ക് ലെവൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരണം. ഇതുപോലെ തന്നെയാണ് നമുക്ക് സ്ലീവും ക്രോസ് പീസ് വെച്ച് മടക്കി അടിക്കേണ്ടത്. രണ്ട് സ്ലീവും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നെക്കിൽ ഫ്രണ്ട് പോർഷൻ വേണമെങ്കിൽ നമുക്ക് ലേസൊക്കെ വെച്ച് കൊടുക്കാം. 2 സ്ലീവ് ഇതുപോലെ അടിച്ചെടുക്കുക. ഇനി സൈഡ് ജോയിൻ ചെയ്യണം. സ്ലീവ് രണ്ടും ഒരുപോലെ വെച്ച് ഒരേ ലെവലിൽ വെച്ചിട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത്. ആ 1.5 ഇഞ്ച് വേസ്റ്റിൻ്റെ ഭാഗം വരെ ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതുപോലെ വരച്ചിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിടുക. 2 വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിടുക. രണ്ട് വശത്തെ സൈഡുകൾ തമ്മിൽ ഒരേ ലെവലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. നമ്മളിവിടെ 2 സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. ആ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇവിടെ തയ്യൽ തുമ്പ് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ ഇട്ടാൽ മതിയാവും. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ താഴ്വശവും അടിഭാഗം നമ്മൾ ചുരുട്ടി മടക്കി അടിക്കണം. ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചിട്ട് ഒന്നുകൂടെ മടക്കുക. 2 മടക്ക് മടക്കി അടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്രോക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം നമ്മൾ ചെറുതായിട്ടൊരു ലേസ് കൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ വേറൊരു മോഡലായിരിക്കും ഇനി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.